മറന്നുപോയ സ്ഥലങ്ങളുടെ നിഴലുകളിൽ തങ്ങിനിൽക്കുന്ന കഥകളാണ് റിയയെ എപ്പോഴും ആകർഷിച്ചത്. ഒരു പത്രപ്രവർത്തക എന്ന നിലയിൽ നിഗൂഢതകളെയും പുരാണങ്ങളെയും നഗര ഇതിഹാസങ്ങളെയും അവൾ ഒരു ആവേശത്തോടെ പിന്തുടർന്നു. എന്നാൽ മലബാറിന്റെ നിബിഡമായ കായലുകളിൽ നഷ്ടപ്പെട്ട ഒരു ഗ്രാമമായ മാറാണിക്കലിൽ കാത്തിരുന്നതിന് ഒന്നും അവളെ ഒരുക്കിയില്ല. നാട്ടുകാർ മാറാണിക്കലിനെക്കുറിച്ച് മന്ത്രിച്ചു, പലപ്പോഴും ഗ്രാമം തന്നെ ശപിക്കപ്പെട്ടതാണെന്ന് പുറത്തുനിന്നുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി. ഭൂപടങ്ങൾ ഒരിക്കലും അതിനെ അടയാളപ്പെടുത്തിയില്ല, ജിപിഎസ് സിഗ്നലുകൾ അനന്തമായ പച്ചപ്പ് ഒഴികെ മറ്റൊന്നും രേഖപ്പെടുത്തിയില്ല. ഗ്രാമത്തിന്റെ അരികിൽ ഒരു നാലുകെട്ടുണ്ടായിരുന്നു, ആ കാലം ഉപേക്ഷിച്ച വിശാലമായ ഒരു പരമ്പരാഗത കേരള വീട്. വീട് പതിറ്റാണ്ടുകളായി ശൂന്യമായിരുന്നു. ഒരിക്കൽ അവിടെ താമസിച്ചിരുന്ന കുടുംബം രാത്രിയുടെ മറവിൽ അപ്രത്യക്ഷമായി. നാലുകെട്ട് ജീവിച്ചിരിപ്പുണ്ടെന്നും പ്രവേശിക്കാൻ ധൈര്യപ്പെടുന്നവരുടെ ഭയം ഭക്ഷിച്ചുവെന്നും ഐതിഹ്യം ഉണ്ടായിരുന്നു. റിയ ശാപങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല, അവൾ കഥകളിൽ വിശ്വസിച്ചിരുന്നു. മാറാണിക്കലിന്റെ കഥ അവളുടെ കരിയറിലെ ഏറ്റവും സെൻസേഷണൽ ലേഖനം വാഗ്ദാനം ചെയ്തു. ഗ്രാമത്തിലേക്ക് അടുക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നു, മൂടൽമഞ്ഞിലൂടെ ചോരയൊലിക്കുന്ന ഒരു ഓറഞ്ച് നിറം. തെങ്ങുകൾ അലസമായി ആടിക്കൊണ്ടിരുന്നു, പക്ഷേ ഇലകളുടെ ഒരു മുഴക്കമോ പക്ഷികളുടെ ചിലമ്പലോ ഇല്ലായിരുന്നു, ഒരു അസ്വാഭാവിക നിശബ്ദത മാത്രം. അവളുടെ കാറിന്റെ ടയറുകൾ വിണ്ടുകീറിയ മണ്ണിന്റെ റോഡിൽ ആഞ്ഞടിച്ചു, നിശ്ചലമായ വായുവിൽ അസ്വസ്ഥത ഉളവാക്കുന്ന ശബ്ദം. ഗ്രാമത്തിന്റെ പ്രവേശന കവാടത്തിൽ അവൾ ഒരു ഏകരൂപം ശ്രദ്ധിച്ചു, ഒരു വൃദ്ധൻ ഒരു വടിയിൽ കുനിഞ്ഞിരുന്നു. അവന്റെ കണ്ണുകൾ പ്രായം കൊണ്ട് മൂടിയിരുന്നു, പക്ഷേ അവ തീവ്രതയോടെ മിന്നിമറഞ്ഞു. അത് അവളുടെ നട്ടെല്ലിൽ ഒരു തണുപ്പ് പകർന്നു. നീ ഇവിടെ ഉൾപ്പെടുന്നില്ല, അയാൾ ആക്രോശിച്ചു. രാത്രി വീഴുന്നതിന് മുമ്പ് പോകൂ. വീട് അത് നിരീക്ഷിക്കുന്നു. റിയ മാന്യമായി പുഞ്ചിരിച്ചു. ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെയുണ്ട്. ഞാൻ ഒന്നും ശല്യപ്പെടുത്തില്ല. ആ മനുഷ്യന്റെ ചുണ്ടുകൾ ഒരു മുഖം ചുളിച്ചു, തലയാട്ടി. ചില കഥകൾ പറയാൻ ഉദ്ദേശിച്ചുള്ളതല്ല, ചില സ്ഥലങ്ങൾ. അവ ആളുകളെ പോകാൻ അനുവദിക്കില്ല. അവന്റെ മുന്നറിയിപ്പ് അവഗണിച്ച് റിയ കൂടുതൽ മുന്നോട്ടുപോയി. മൂടൽമഞ്ഞിന്റെ പശ്ചാത്തലത്തിൽ അസ്ഥികൂടത്തിന്റെ നിഴലായി നാലുകെട്ട് പ്രത്യക്ഷപ്പെട്ടു. കാലത്തിന്റെ ഭാരത്താൽ അതിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര തൂങ്ങി, മരത്തൂണുകൾ പൊട്ടി, ലോകത്തിലേക്ക് ഉറ്റുനോക്കുന്ന പൊള്ളയായ കണ്ണുകൾ പോലെ ജനാലകൾ വിടർന്നു. അവളുടെ വയറ്റിൽ ഒരു അസ്വസ്ഥത ചുരുണ്ടുകൂടി. അവൾ പാർക്ക് ചെയ്ത് പുറത്തേക്കിറങ്ങി. വായു കട്ടിയുള്ളതും ഈർപ്പമുള്ളതും അസ്വാഭാവികമായി തണുപ്പുള്ളതുമായിരുന്നു. പൂമുഖത്തേക്ക് അവൾ വെച്ച ഓരോ ചുവടും അവസാനത്തേതിനേക്കാൾ ഭാരമുള്ളതായി തോന്നി, വീട് തന്നെ അവളുടെ സാന്നിധ്യത്തെ ചെറുക്കുന്നതുപോലെ. അവൾ തള്ളിക്കേറിയപ്പോൾ പ്രധാന വാതിൽ പൊട്ടി, ഹാൾ ഉള്ളിലേക്ക് വെളിപ്പെടുത്തി. പൊടി വായുവിൽ തൂങ്ങിക്കിടക്കുന്നു, രുചിക്കാൻ തക്ക കട്ടിയുള്ളതായിരുന്നു. ഓരോ കോണിലും ചിലന്തിവലകൾ പറ്റിപ്പിടിച്ചു, ഒരു ലോഹവസ്തു കലർന്ന ജീർണതയുടെ നേരിയ ഗന്ധം. റിയയുടെ ഫ്ലാഷ്ലൈറ്റ് മിന്നിമറഞ്ഞു. അവൾ അത് ചുവരുകളിലേക്ക് ലക്ഷ്യമാക്കി, ഒരിക്കൽ അവിടെ താമസിച്ചിരുന്ന കുടുംബത്തിന്റെ ഛായാചിത്രങ്ങൾ പ്രകാശിപ്പിച്ചു. അവർ അവളെ വീണ്ടും ചായം പൂശിയ പുഞ്ചിരിയോടെ നോക്കി, അവരുടെ കണ്ണുകൾ ജീവസുറ്റതും ഏതാണ്ട് കുറ്റപ്പെടുത്തുന്നതുമായിരുന്നു. അവരെക്കുറിച്ചുള്ള എന്തോ ഒന്ന് അവളുടെ ചർമ്മത്തിൽ ഇഴയാൻ പ്രേരിപ്പിച്ചു. ഒരു മന്ത്രിപ്പ് അവളുടെ കാതിൽ ഇക്കിളിപ്പെടുത്തി. ഒടുവിൽ റിയ ചുറ്റും തിരിഞ്ഞു. ഒന്നുമില്ല, ഒഴിഞ്ഞ ഹാൾ മാത്രം. അവളുടെ നെഞ്ചിൽ ഇടിമുഴക്കം. അവൾ പരിഭ്രാന്തിയോടെ ചിരിച്ചു, ഒരു പിടി കിട്ടൂ റിയ. ഇത് ഒരു വീട് മാത്രമാണ്. പക്ഷേ വീട് വെറുമൊരു വീടായിരുന്നില്ല. അവൾ ഹാളിൽ ക്യാമറയും മൈക്രോഫോണും സ്ഥാപിച്ചു, എല്ലാം രേഖപ്പെടുത്തി. സൂര്യൻ പൂർണ്ണമായും അസ്തമിച്ചു, നാലുകെട്ടിനെ ഇരുട്ടുമൂടി. വായു തണുത്തു, കനത്തു. നിഴലുകൾ നീണ്ടു, ചുരുങ്ങി, തകർന്ന ജനാലകളിലൂടെ ഒഴുകുന്ന നേരിയ ചന്ദ്രപ്രകാശത്തെ ധിക്കരിച്ചു നീങ്ങി. അപ്പോൾ അവൾ അത് കേട്ടു, കാൽപ്പാടുകൾ. പതുക്കെ. മനഃപൂർവ്വം. രണ്ടാം നിലയിൽ നിന്ന് വരുന്നു. ഹലോ, അവൾ വിളിച്ചു, അവളുടെ ശബ്ദം വിറച്ചു. നിശബ്ദത മാത്രമേയുള്ളൂ. കാൽപ്പാടുകൾ നിലച്ചു. പിന്നെ ഹാളിന്റെ മൂലയിൽ നിന്ന് മൃദുവായ നനഞ്ഞ ചുരണ്ടൽ ശബ്ദം. റിയയുടെ ഫ്ലാഷ്ലൈറ്റ് വീണ്ടും മിന്നി. ഒരു നിമിഷം നിഴലിൽ ഒരു രൂപം പതുങ്ങി നിൽക്കുന്നത് അവൾ കണ്ടു, നേർത്ത കുനിഞ്ഞ വിളറിയ തല അസ്വാഭാവികമായി താഴേക്ക് തൂങ്ങിക്കിടക്കുന്നു. അവൾ കണ്ണുചിമ്മുന്നു, അതുപോയി. പരിഭ്രാന്തി അവളെ പിടികൂടി. അവൾ പോകാൻ ശ്രമിച്ചു, പക്ഷേ വാതിൽ കാതടപ്പിക്കുന്ന ഒരു വിള്ളലോടെ അടഞ്ഞു. അവൾ തിരിഞ്ഞപ്പോൾ ഛായാചിത്രങ്ങൾ വ്യത്യസ്തമായി തോന്നി. അച്ഛന്റെ പെയിന്റ് ചെയ്ത കണ്ണുകൾ മിന്നിമറഞ്ഞു.
അമ്മയുടെ പെയിന്റ് ചെയ്ത പുഞ്ചിരി ഒരു മുരൾച്ചയായി വളഞ്ഞു, കറുത്തതും കൂർത്തതുമായ പല്ലുകൾ വെളിപ്പെടുത്തി. റിയ പിന്നിലേക്ക് ഇടറി, അവളുടെ ക്യാമറ തറയിലേക്ക് വീണു. ഫ്ലാഷ് ഓഫായി, ഹാളിനെ ഹ്രസ്വവും വ്യക്തവുമായ വെളിച്ചത്തിൽ പ്രകാശിപ്പിച്ചു. അത് മങ്ങിയപ്പോൾ അവൾക്ക് ഛായാചിത്രങ്ങൾ മാത്രമല്ല കാണാൻ കഴിയുമായിരുന്നു. നിഴലുകൾ ചുവരുകളിലൂടെ നീങ്ങി, നിശബ്ദമായ ദ്രോഹത്തോടെ അവളുടെ നേരെ ഇഴഞ്ഞു. അവളുടെ ഫ്ലാഷ്ലൈറ്റ് വീണ്ടും മിന്നിമറഞ്ഞു. ഹാളിൽ ചുറ്റും ഒരു തണുത്ത മന്ത്രിപ്പ് പ്രതിധ്വനിച്ചു. നീ ഇവിടെ ഉണ്ടാകരുത്. റിയ മൂലയിലേക്ക് പിന്നോട്ടു പോയി, യുക്തിസഹമായ വിശദീകരണങ്ങൾക്കായി അവളുടെ മനസ്സ് നിലവിളിച്ചു. അത് വെളിച്ചത്തിന്റെ തന്ത്രങ്ങൾ മാത്രമാണ്. ക്ഷീണം. ഭാവന. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈ വീട് ജീവനുള്ളതാണെന്ന് അവൾക്കറിയാമായിരുന്നു. അത് അവളെ ആഗ്രഹിച്ചു. ഹാളിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു വാതിൽ തുറന്ന ശബ്ദം. റിയയുടെ കണ്ണുകൾ വിടർന്നു. ഒരു പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ടു. വെളുത്ത സാരി ധരിച്ച് 12 വയസ്സ് മാത്രം, മുഖം മുഴുവൻ മുടി മൂടിയിരുന്നു. അവൾ പതുക്കെ, മനഃപൂർവ്വം നീങ്ങി. അവളുടെ നഗ്നമായ കാലുകൾ ശബ്ദമുണ്ടാക്കിയില്ല. പെൺകുട്ടി തലയുയർത്തി. അവളുടെ കണ്ണുകൾ കറുത്ത ശൂന്യതയായിരുന്നു, ആഴമേറിയതും അനന്തവുമായിരുന്നു. പക്ഷേ അവ റിയയുടെ ആത്മാവിനെ തുളച്ചുകയറി. നീ വരേണ്ടിയിരുന്നില്ല, പെൺകുട്ടി പറഞ്ഞു. അവളുടെ ശബ്ദം നൂർ മന്ത്രിക്കുന്നതുപോലെ പരസ്പരം ബന്ധപ്പെട്ടിരുന്നു. ഇപ്പോൾ നീ ഞങ്ങളുടേതാണ്. ഹാൾ ശക്തമായി വിറച്ചു. ജീവനുള്ള പുക പോലെ മൂലകളിൽ നിന്ന് നിഴലുകൾ ഒഴുകി റിയെ പൊതിഞ്ഞു. ഛായാചിത്രങ്ങളുടെ കണ്ണുകൾ അവളെ പിന്തുടർന്നു, ഇമവെട്ടാതെ. അവൾ നിലവിളിക്കാൻ ശ്രമിച്ചു, പക്ഷേ ശബ്ദം പുറത്തുവന്നില്ല. അവളുടെ ശരീരം മരവിച്ചതായി തോന്നി. വീട് തന്നെ അവളെ പിടികൂടിയതുപോലെ അവളുടെ കൈകാലുകൾ ഭാരമുള്ളതായി തോന്നി. മണിക്കൂറുകൾ കടന്നുപോയി. അല്ലെങ്കിൽ ദിവസങ്ങൾ കടന്നുപോയി. സമയത്തിന് ഇവിടെ അർത്ഥമില്ലായിരുന്നു. നിലങ്ങൾ വളഞ്ഞുപുളഞ്ഞു, ഇടനാഴികൾ മാറി, വാതിലുകൾ അവൾ പ്രവേശിച്ചതായി ഓർക്കാത്ത മുറികളിലേക്ക് നയിച്ചു. ഓരോ കോണിലും മറ്റൊരു ഭീകരത മറഞ്ഞു. മറ്റൊരാളുടെ മുഖം കാണിക്കുന്ന ഒരു പൊട്ടിയ കണ്ണാടിയിലെ പ്രതിഫലനം, ചുമരുകളിലൂടെ തള്ളിനിൽക്കുന്ന കൈകൾ, തറയുടെ അടിയിൽ നിന്ന് നീണ്ടുവരുന്ന നിഴലുകൾ. അവളുടെ ക്യാമറ എല്ലാം പകർത്തി. പക്ഷേ അവൾ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ശൂന്യമായ ഹാളിൽ അവൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് മാത്രമേ സ്ക്രീനിൽ കാണിച്ചുള്ളൂ. നിഴലുകളില്ല, പെൺകുട്ടിയില്ല, ശബ്ദങ്ങളില്ല. നിരാശയോടെ റിയ മുൻവാതിലിലൂടെ പോകാൻ ശ്രമിച്ചു. അത് തുറന്നു. പക്ഷേ പുറത്ത് ഗ്രാമം അനന്തമായി തോന്നി. ചക്രവാളമില്ല, മൂടൽമഞ്ഞും ഇരുട്ടും മാത്രം. അവൾ പോയ ഓരോ വഴിയും തിരികെ നാലുകെട്ടിലേക്ക് നയിച്ചു. ആഡംബര ഹാളിൽ പെൺകുട്ടി അവസാനമായി ഒരിക്കൽ കൂടി പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ അപ്രത്യക്ഷരായ കുടുംബത്തിന്റെ മുഖങ്ങളാൽ ചുറ്റപ്പെട്ടു. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. എല്ലാവരെയും പോലെ നിങ്ങൾ വീടിനെ പോറ്റും. റിയയുടെ സുബോധം ക്ഷയിച്ചു. അവൾ ചുവരുകളിൽ നഖങ്ങൾ അമർത്തി, നിഴലുകളിൽ നിലവിളിച്ചു. പക്ഷേ വീട് അവളുടെ ഭയത്തെ ആഗിരണം ചെയ്തു. അതിൽ ഭക്ഷണം കഴിച്ചു, കൂടുതൽ ശക്തി പ്രാപിച്ചു. താൻ മതിലിലേക്ക് തന്നെ വലിച്ചെടുക്കപ്പെടുന്നതായി അവൾക്ക് തോന്നി. മാംസവും ആത്മാവും വീടുമായി ലയിക്കുന്നു. അവളുടെ ശരീരം അലിഞ്ഞുചേർന്നു. അവളുടെ ബോധം മാത്രം കുടുങ്ങി, മറ്റുള്ളവരോടൊപ്പം അനന്തമായ ഇടനാഴികളിൽ അലഞ്ഞു. ഛായാചിത്രങ്ങൾ മിന്നിമറഞ്ഞു, നിഴലുകൾ നൃത്തം ചെയ്തു, പെൺകുട്ടി പുഞ്ചിരിച്ചു. ദിവസങ്ങൾക്കുശേഷം ഒരു വിനോദസഞ്ചാരി നാലുകെട്ടിൽ ഇടറി വീണു. അത് ശൂന്യവും നിശബ്ദവും ഉപേക്ഷിക്കപ്പെട്ടതുമായി കാണപ്പെട്ടു. അവിടെ ആരും താമസിക്കുന്നതിന്റെ ലക്ഷണങ്ങളൊന്നുമില്ല. അകത്ത് ചുവരുകൾ പൂർണ്ണമായും നിശ്ചലമായിരുന്നു. ഛായാചിത്രങ്ങൾ വൃത്തിയായി തൂക്കിയിട്ടിരുന്നു, തറകൾ അടയാളപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചാൽ ഹാളിലൂടെ ഒരു മൃദുലമായ മന്ത്രിപ്പ് മുഴങ്ങി. ഒടുവിൽ കളിക്കാൻ പുതിയ ഒരാൾ. വീട് ക്ഷമയോടെയും വിശപ്പോടെയും കാത്തിരുന്നു. അകത്തെവിടെയോ ശപിക്കപ്പെട്ട നാലുകെട്ടിന്റെ ഭാഗമായി റിയ നിലവിളിച്ചു, കേൾക്കാത്ത എന്നേക്കുമായി.